4G network connection succeeded. അപ്പോൾ സാരട്ടൻ, യെസ്. അപ്പോൾ എന്തുകൊണ്ടാണ് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാൻ പവർ പോയിന്റിന്റെ ആവശ്യമില്ലാത്തതെന്ന് എനിക്ക് മനസ്സിലായോ? യെസ്. എന്താ? സോളാർ പാനൽ. സോളാർ പാനൽ ഉള്ളതുകൊണ്ടാണ് അല്ലേ? ഈ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് പവർ വേണ്ട, വൈഫൈ വേണ്ട, വേറൊരു പോസ്റ്റോ അല്ലെങ്കിൽ ഇത് മൗണ്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് മാത്രം മതി അല്ലേ? യെസ്. അപ്പോൾ അടിപൊളി ക്യാമറ അല്ലേ ഇത്? യെസ്. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സെക്യൂറയുടെ ഡിഫൻഡർ ഡുവോ സോളാരിസ് എന്ന ക്യാമറയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കറണ്ടും വേണ്ട, അതേപോലെ വൈഫൈയും വേണ്ട എന്നുള്ളതാണ്. എങ്ങനെ കറണ്ടും വൈഫൈയിലാ വർക്ക് ആവുക? അത് അച്ഛത് അൺബോക്സ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. ഈ സോളാർ പാനലാണ് ഇതിനാവശ്യമുള്ള പവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാമറ സോളാർ പവർഡ് ക്യാമറയാണ്. പിന്നെ അതുപോലെ 4G 5G സിം സപ്പോർട്ടഡ് ആണ്. ചില ക്യാമറാസ് 4G മാത്രമേ സപ്പോർട്ട് ആവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ക്യാമറാസിൽ ജിയോ സിമ്മൊക്കെ വർക്ക് ചെയ്യാൻ ചിലപ്പം ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് 4Gയും 5Gയും സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഡുവൽ ലെൻസാണ് വരുന്നത്. അതായത് ഒരെണ്ണം ഫിക്സഡ് ലെൻസും അതേപോലെ ഒരെണ്ണം റൊട്ടേറ്റബിൾ ലെൻസാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൽ മാനുവൽസാണ്. പിന്നെ ഇതിൻ്റെ സോളാർ പാനലാണ് വരുന്നത്. അതാണ് ഈ ക്യാമറ പവർ ചെയ്യുന്ന സോളാർ പാനൽ. പിന്നെ ഇത് സോളാർ പാനൽ മൗണ്ട് ചെയ്യുന്ന ഒരു സ്റ്റാൻഡാണ്. നമുക്കിത് ഇതിലിങ്ങനെ മൗണ്ട് ചെയ്യാം. ക്യാമറ പോസ്റ്റിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പോൾ മൗണ്ടിങ്ങിനുള്ള ഒരു ക്ലാമ്പാണിത്. പിന്നെ ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു 3 മെഗാ പിക്സൽ ഒരു ഫിക്സഡ് ലെൻസ് ഉണ്ട്. പിന്നെ 3 മെഗാ പിക്സലിൽ തന്നെ ഒരു റൊട്ടേറ്റബിൾ ആയിട്ടുള്ളൊരു ലെൻസ് കൂടെ ഉണ്ട്. അപ്പോൾ ഡുവൽ വ്യൂ ആണ് ഈ ക്യാമറ. പിന്നെ ഇതിൻ്റെ മെമ്മറി കാർഡും കാര്യങ്ങളൊക്കെ ഇതിനകത്താണ്. ക്യാമറ താഴ്ത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മെമ്മറി കാർഡിൻ്റെ സ്ലോട്ട്, അതേപോലെ സിമ്മിൻ്റെ സ്ലോട്ട്, റീസെറ്റ് ബട്ടൺ ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഫ്രണ്ട്സ്, ഇതിൽ വരുന്ന ഓപ്ഷനാണ് ഒന്ന് ഹ്യൂമൻ ട്രാക്കിങ് വരുന്നുണ്ട്. അത് നമുക്ക് ആളെ ട്രാക്ക് ചെയ്തിട്ട് ക്യാമറ ഓട്ടോമാറ്റിക് റൊട്ടേറ്റ് ആവും. പിന്നെ നമുക്ക് 2-വേ ഓഡിയോ ഫംഗ്ഷൻ വരുന്നുണ്ട്. അതുപോലെ സ്മാർട്ട് നൈറ്റ് വിഷൻ മോഡ്, അതായത് രാത്രിയിൽ ഓട്ടോമാറ്റിക് ആൾ വന്നു കഴിഞ്ഞാൽ കളറാവുള്ള ഓപ്ഷനൊക്കെ ഉള്ള മോഡുകളുണ്ട് ഇതിൽ. പിന്നെ IP66 വെതർ പ്രൂഫാണ് ഫ്രണ്ട്സ്. അതുപോലെ ഇതിനകത്ത് മോഷൻ ഫെൻസിങ് വരുന്നുണ്ട്. അതായത് ഇപ്പം ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മൂവ്മെൻറ്റ്സ് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും. 256 GB നമുക്ക് മെമ്മറി കാർഡ് സപ്പോർട്ടാവും. ഇതിൽ ലൈറ്റിൻ്റെയും അതുപോലെ സൈറൻ്റെയും വാർണിംഗ് നമുക്ക് ട്രിഗർ ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക്കും ചെയ്യാം, അതുപോലെ നമുക്ക് ആപ്പ് ത്രൂ ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇതിനകത്തേക്ക് മെമ്മറി കാർഡ് സിമ്മൊക്കെ ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ക്യാമറ താഴ്ത്തുക, എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിനകത്ത് സിമ്മുണ്ട്, മെമ്മറി കാർഡിൻ്റെ സ്ലോട്ടുണ്ട്, സിം അവിടെ. ഓക്കെ, ലോക്കായി. ഇതേപോലെ തന്നെ നമുക്ക് റിലീസ് ചെയ്യുകയും ചെയ്യാം മെമ്മറി കാർഡ്. ലോക്കായി, റിലീസായി. എന്നിട്ട് നമ്മളിത് അടച്ചു വയ്ക്കുക. ഇനി നമുക്ക് ക്യാമറ ഒന്ന് സോളാർ പാനലായിട്ട് കണക്ട് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഇതിൻ്റെ അടിയിലായിട്ടൊരു സ്ലോട്ടുണ്ട്.
ഈ ഒരു സ്റ്റിക്കർ റിമൂവ് ചെയ്യണം. വെയിലുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവച്ച് ഇവിടെ നമുക്കൊരു DC 5 വോൾട്ട് C ടൈപ്പ് കണക്ടർ കാണാം. അതിന് മുമ്പ് നമ്മൾ ഇതിനകത്തൊരു സ്വിച്ച് ഉണ്ട്, അത് ഓൺ ചെയ്യണം. കണ്ടില്ലേ, അതിനകത്തൊരു സ്വിച്ച് ഉണ്ട്, ഇത് ഓൺ ചെയ്യുക, എന്നിട്ട് ഇത് അടയ്ക്കുക, എന്നിട്ട് വേണം നമ്മൾ സോളാർ പാനൽ കണക്ട് ചെയ്യാനായിട്ട്. Network connection. Please wait. 4G network connection succeeded. നെറ്റ്വർക്ക് കണക്റ്റായി. ഇനി നമുക്കിതിൻ്റെ ആപ്പിൽ ഈ QR കോഡില്ലേ, ഇതൊന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിൽ വ്യൂ നോക്കാം എങ്ങനെയുണ്ട് ക്ലാരിറ്റി എന്നുള്ളതൊക്കെ. നീ അങ്ങോട്ട് പോയിക്കേ. അങ്ങോട്ട് വാ. സാറിട്ടൻ, അപ്പം എന്തുകൊണ്ടാണ് ഈ ക്യാമറ വർക്ക് ചെയ്യാനായിട്ട് ആ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്ഥലത്ത് പവർ പോയിന്റിന്റെ, അതായത് അഡീഷണൽ പവറിന്റെ ആവശ്യമില്ലാത്തത് എനിക്ക് മനസ്സിലായോ? എന്തുകൊണ്ടാ? സോളാർ പാനൽ. അതെ അതെ, സോളാർ പാനൽ ഉള്ളതുകൊണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് സോളാർ പാനലിന്റെ വർക്കിംഗ് എന്ന് എനിക്ക് അറിയോ? എങ്ങനെയാണ്? സൺലൈറ്റ്. ഇതിൽ പാനലിൽ സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കറണ്ട് ഉണ്ടാവും, അതുവഴി ഇത് വർക്ക് ചെയ്യും, ഇതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യും അല്ലേ. പിന്നെ ഇതിനകത്തുള്ള വീഡിയോ നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാൻ തന്നെ എങ്ങനെ മൊബൈലിൽ കാണാൻ സാധിക്കാന്ന് എനിക്ക് മനസ്സിലായോ? എങ്ങനെയാണ്? സിം ഇട്ട് കഴിഞ്ഞാൽ അതിലത്തെ ഡാറ്റ ത്രൂ നമുക്ക് മൊബൈലിൽ കാണാൻ സാധിക്കും അല്ലേ. അതെ, അപ്പോൾ വൈഫൈയുടെ ആവശ്യമില്ല. അപ്പോൾ ഈ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് പവർ വേണ്ട, വൈഫൈ വേണ്ട, വേറൊരു പോസ്റ്റോ അല്ലെങ്കിൽ ഇത് മൗണ്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് മാത്രം മതി അല്ലേ. അപ്പോൾ അടിപൊളി ക്യാമറ അല്ലേ ഇത്. ഇതിൻ്റെ ആപ്പ് ഒന്നുകിൽ ഇതിൻ്റെ ബോക്സിൻ്റെ മുകളിലുള്ള QR കോഡ് വഴി ഡൗൺലോഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മാനുവലിൽ യൂസർ മാനുവലിൽ QR കോഡ് ഉണ്ട്, അതിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഫാൽക്കൺ 4G എന്നാണ് ഇതിൻ്റെ ആപ്പിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ഈ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന ഐഫോണിലാണ്. ആൻഡ്രോയിഡിലാണെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെർച്ച് ചെയ്യുക, ഫാൽക്കൺ 4G എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞതിന് ശേഷം അത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആദ്യം കുറച്ച് പെർമിഷൻസ് ഒക്കെ ചോദിക്കും, അതൊക്കെ നമ്മൾ അലൗ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആപ്പ് തുറന്നു വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ലോഗിൻ പേജിലായിരിക്കും നിൽക്കുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ആപ്പ് ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം രജിസ്റ്റർ ചെയ്യണം, ഇമെയിൽ ID അല്ലെങ്കിൽ ഫോൺ നമ്പർ വെച്ചിട്ട്. ഞാനിവിടെ ഇമെയിൽ ID വെച്ചാണ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇമെയിൽ ID ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ടേംസ് ചെക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ഓപ്ഷൻ കൊടുക്കുക. പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ടെന്നീസ് ബാൾ ഒന്ന് റെഡ് ഡോട്ടിലൂടെ ഡ്രാഗ് ചെയ്തിട്ട് റാക്കറ്റിൽ ടച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു വെരിഫിക്കേഷൻ കോഡ് നമ്മുടെ മെയിലിലേക്ക് വരുന്നതായിരിക്കും. അത് ഈ വെരിഫിക്കേഷൻ കോഡിൻ്റെ കോളത്തിൽ നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു പാസ്വേഡും കൂടെ ഈ ആപ്പിനായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം വരുന്ന ഡിവൈസ് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഓട്ടോമാറ്റിക്കലി ഡിവൈസ് ഫൈൻഡ് ചെയ്യാനുള്ള ബ്ലൂടൂത്ത് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആപ്പ് ഡിറ്റക്ട് ചെയ്തോളും ഡിവൈസിനെ. A device to be added has been found. Please click the add button to add the device. ഓട്ടോമാറ്റിക്കലി ഡിവൈസ് ഫൈൻഡ് ചെയ്തു, ഇനി ആഡ് കൊടുക്കുക. ജസ്റ്റ് ഈ മെത്തേഡ് അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്തിട്ടും അതുപോലെ സീരിയൽ നമ്പർ അടിച്ചിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. മൈക്രോഫോൺ ആക്സസ് പെർമിഷൻ അലൗ ചെയ്ത് കൊടുക്കുക.
അങ്ങനെ നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ക്യാമറയ്ക്ക് ഒരു പേര് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഹോം പേജിലെത്തും. ഇപ്പോൾ ഡിവൈസ് പേജിൽ നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഓഫീസ് എന്ന് പറഞ്ഞ ക്യാമറ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ ക്യാമറയുടെ വിഷ്വൽസിലേക്ക് പോകും. താഴെയായിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. അതൊക്കെ നമുക്ക് ആവശ്യാനുസരണം എനേബിൾ ചെയ്തിട്ട് ഉപയോഗിക്കാം. അതിൽ മോർ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് സെറ്റിങ്സ് കാണാൻ സാധിക്കും. നൈറ്റ് വിഷൻ മോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നൈറ്റിൽ IR അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വേണോ അതോ ഫുൾ കളർ വ്യൂവിൽ വേണോ എന്നുള്ളതൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. സൈറൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ്റ് ഇല്ലാതെ തന്നെ നമുക്ക് മാനുവലി ക്യാമറയിൽ നിന്നും ഒരു അലാം സൗണ്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഡിവൈസ് സെറ്റിങ്സ് പേജിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് മോഷൻ ഡിറ്റക്ഷൻ അലേർട്ട് സെറ്റിങ്സ് ആണ്. ഇവിടെ നമ്മൾ ആദ്യം കാണുന്നത് മോഷൻ ഡിറ്റക്ഷൻ സെൻസിറ്റിവിറ്റിയാണ്. അതുപോലെ രണ്ടാമതായിട്ട് ഹ്യൂമൻ മോഷനെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അലേർട്ട് തരുന്നതാണ്. പിന്നെ മൂന്നാമത്തേതായിട്ട് ഓട്ടോമാറ്റിക് ട്രാക്കിംഗ്, അതായത് ഹ്യൂമണിനെ ഫോളോ ചെയ്യുന്നൊരു മെത്തേഡാണ്, എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ അത് കഴിഞ്ഞാൽ മോഷൻ ഡിറ്റക്ഷൻ്റെ ഏരിയ എവിടെയൊക്കെ വന്നു കഴിഞ്ഞാലാണ് മൂവ്മെൻറ്റ് സെൻസ് ചെയ്യേണ്ടതെന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് സെറ്റ് ചെയ്യുന്ന ഭാഗമാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് സൈറൻ്റെ സ്വിച്ച്, അതായത് ഒരു മൂവ്മെൻറ്റ് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ സൈറൻ അടിക്കണമെന്നുള്ളതിൻ്റെ സെറ്റിങ്സാണ്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അലാം വരും. പിന്നെ അപ്പോൾ അലാമിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൈറൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൈറ്റ് അലാമാണ്, അതായത് ഒരു മൂവ്മെൻറ്റ് സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൗണ്ടിൻ്റെ കൂടെ തന്നെ നമുക്ക് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും ഈ ക്യാമറയുടെ മുകളിൽ നിന്ന്. അത് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷനാണ് അടുത്തത്. അങ്ങനെ പല പല സെറ്റിങ്സുകൾ നമുക്ക് ഡിവൈസ് സെറ്റിങ്സ് പേജ് കാണാൻ സാധിക്കും. പിന്നെ വേറെ സെറ്റിങ്സ് ആണ് റെക്കോർഡിംഗ് സെറ്റിങ്സ്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് ടൈപ്പ് എപ്പോഴൊക്കെയാണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ സ്ക്രീൻ ആൻഡ് സൗണ്ട് സെറ്റിങ്സിൽ കയറി കഴിഞ്ഞാലാണ് നമുക്ക് നൈറ്റ് മോഡ്, പല പല നൈറ്റ് മോഡുകൾ സെറ്റ് ചെയ്യുക. അതായത് നൈറ്റിൽ ഫുൾ കളറിൽ വേണോ അതോ മൂവ്മെൻറ്റ് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം കളറായാൽ മതിയോ അതോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ എന്നുള്ള ഓപ്ഷൻസൊക്കെ സെറ്റ് ചെയ്യുന്നത് ഈ മോഡിലാണ്, ഈ ഒരു സെറ്റ്. അതുപോലെ ക്യാമറയിൽ കോൾ ചെയ്ത് കഴിഞ്ഞാലുള്ള വോളിയത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെയാണ് അതിൽ അടുത്ത സെറ്റിങ്സ് ആയിട്ട് വരുന്നത്. അതുപോലെ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് പേജിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റർ ഓൺ ഓഫ് ആക്കാൻ സാധിക്കും. അതുപോലെ ഡിവൈസിൻ്റെ വോയിസ് പ്രോംപ്റ്റിൻ്റെ ലാംഗ്വേജ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ 4Gയുടെ സിഗ്നൽ സ്ട്രെങ്ത് നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ ടൈം ചേഞ്ച് ചെയ്യാൻ, അതുപോലെ ടൈം സിങ്ക്രൊണൈസ് ചെയ്യാൻ സാധിക്കും. അതുപോലെയൊക്കെ തന്നെ ക്യാമറകൾ ഡിലീറ്റ് ചെയ്യാനും അതുപോലെ അലക്സയായിട്ട് കണക്ട് ചെയ്യാനുള്ള സെറ്റിങ്സ് എല്ലാം ഈ അഡ്വാൻസ്ഡ് സെറ്റിംഗ് പേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഫ്രണ്ട്സ്, 3 മെഗാപിക്സലിൻ്റെ 2 ക്യാമറയാണ് ഈ ഡിവൈസിനകത്തുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് 2 മോഡിൽ കാണാൻ സാധിക്കും. അതായത് നോർമലി SD മോഡും പിന്നെ ഒന്ന് HD മോഡും. ഇപ്പം റേഞ്ച് കുറവുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ SD മോഡായിരിക്കും നല്ലത്. അത് ക്ലാരിറ്റി കുറവായിരിക്കും, പക്ഷെ നമുക്ക് സ്റ്റക്കില്ലാതെ വീഡിയോ കാണാൻ സാധിക്കും. അതുപോലെ അത്യാവശ്യം റേഞ്ചുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ HD മോഡിലേക്ക് മാറ്റാം, അപ്പോൾ ക്ലാരിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡാറ്റ കൺസ്യൂം ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സുബീഷ് ചുള്ളിക്കൽ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.